ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കോണ്ടൻ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡ് ആണ്. 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ബാക്കി പോർഷൻസ് 7th ചാപ്റ്റർ വരെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 2024 ചേഞ്ച് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് സൂര്യഗ്രഹണം എന്താണ്, ചന്ദ്രഗ്രഹണം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിതിൽ സ്റ്റുഡൻസിന് വേണ്ടി പറയുന്ന കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ, അധികം എക്സ്പെരിമെൻറ്റിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ ആദ്യം നിഴലിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ആ ഒരു ഇമേജിൽ ഒരു ട്രീ ഉണ്ട്, അതിൻ്റെ ഷാഡോയും ഉണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നത് എവിടെയായിരിക്കും സൂര്യൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. ഈ ഷാഡോ ഈ ലെഫ്റ്റ് സൈഡിൽ വരണമെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും ഉണ്ടാവുക? റൈറ്റ് സൈഡിലായിരിക്കും അല്ലേ. ആ ഒരു ട്രീൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും സൂര്യൻ ഉണ്ടായിരിക്കുക. ആ ഒരു പ്രകാശം നമുക്ക് കിട്ടുന്ന ഒരു സ്രോതസ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? ഷാഡോ ഫോം ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. പിന്നെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് പറയുന്നത് നമ്മൾ ഷാഡോ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു വള തന്നെ, ഒരു വള പല പല ഷേപ്പിൽ, അതിലിപ്പം കൊടുത്തിട്ടുള്ളത് പോലെ 3 വിധത്തിൽ നമ്മൾ പിടിച്ചിട്ട് ഒരു ടോർച്ച് അടിച്ചിട്ട് അതിൻ്റെ നിയർ നോക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഒരേപോലെയാണോ വരുന്നത് എന്നുള്ളത് നോക്കാനാണ്. വ്യത്യാസമായിരിക്കും അല്ലേ. നമ്മൾ ഓരോ രീതിയിൽ വെക്കുന്നതിനനുസരിച്ചിട്ടും എന്തായിരിക്കും അതിൻ്റെ ഷാഡോയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഗോളാകൃതിയിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ബോളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഏത് സൈഡിൽ നിന്ന് ടോർച്ച് അടിച്ച് നോക്കിയാലും എന്തായിരിക്കും ഒരേ വൃത്താകൃതി തന്നെ ആയിരിക്കും അത് കാണപ്പെടുന്നുണ്ടായിരിക്കുക. ബാക്കി എല്ലാ വസ്തുക്കൾക്കും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എത്തുന്ന ഒരു പോയിന്റ്. നിഴലും പ്രകാശവും എല്ലാ ആധാരി വസ്തുക്കൾക്കും നിഴലുണ്ട്. ആധാരി വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇത് ആധാരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ ആധാരി വസ്തുക്കൾക്കും എന്തുണ്ടായിരിക്കും? നിഴലുണ്ടായിരിക്കും. പ്രകാശ സ്രോതസ്സിൻ്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നുണ്ടായിരിക്കുക. പ്രകാശം എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? ആ ഒരു നിഴൽ രൂപപ്പെടുന്നുണ്ടായിരിക്കുക. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാവുകയുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാക്കാനും പറ്റുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ആകാശഗോളങ്ങളുടെ നിഴലിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു എല്ലാ ആധാര വസ്തുക്കൾക്കും നിഴലുണ്ടാവും എന്നുള്ളത് പറഞ്ഞു. അപ്പം നമ്മുടെ ആകാശഗോളങ്ങൾ ഭൂമിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഒക്കെ എന്താണ്? ആധാര വസ്തുക്കളാണ്. അപ്പോൾ അവയ്ക്ക് ഉണ്ടാവുന്ന നിഴലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രതിഭാസങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സണ്ണുണ്ട്, പിന്നെ ഭൂമിയുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു രേഖയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു ഏരിയയിൽ എന്തായിരിക്കും? ഭൂമിയുടെ നിഴൽ വരുന്ന ഒരു പ്രദേശമാണത്. സൂര്യപ്രകാശം അവിടേക്ക് കടത്തി വിടുന്നില്ല, കാരണം ഭൂമി ഒരു ആധാര വസ്തുവാണ്. അപ്പം ഭൂമിയുടെ നിഴലാണ് ആ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ഇമേജിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭൂമി ഒരു അധാരി വസ്തു ആയതിനാൽ എന്താണ്? നിഴൽ രൂപപ്പെടുന്നുണ്ട്. സൂര്യൻ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലത്തേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. അത് നമ്മളിതിൽ കണ്ടു അല്ലേ. ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ്? നിഴൽ ചെറുതായി ലാസ്റ്റ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭൂമിക്ക് മാത്രമല്ല, ചന്ദ്രനാണെങ്കിലും വേറെ ഏത് ഗ്രഹങ്ങളായാലും അതിനൊക്കെ എന്തുണ്ടായിരിക്കും? നിഴലുണ്ടായിരിക്കും. ഇനി ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്ന ആ ഒരു പ്രതിഭാസത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളൊരു ഇമേജിൽ അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ 2 ഇമേജ് ഉണ്ടല്ലോ, ചിത്രം എയും ഉണ്ട് ചിത്രം ബിയും ഉണ്ട്. അതിൽ ഏതിലായിരിക്കും ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യത എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ. അപ്പം ഫസ്റ്റത്തേൽ എന്താണ്? സെൻറ്ററിലാണ് ചന്ദ്രൻ വരുന്നത്. അപ്പം സൂര്യൻ ഈ സൈഡിലാണ്. അപ്പം ഭൂമിയുടെ നിഴൽ എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ ആ ഒരു കേസില്ല. പക്ഷേ സെക്കൻഡ് ഇമേജിൽ എന്താണ്? ഫസ്റ്റ് സണ്ണുണ്ട്, പിന്നെ എർത്ത്, പിന്നെയാണ് ചന്ദ്രൻ വരുന്നത്. അപ്പം എന്ത് ചെയ്യും? സൂര്യപ്രകാശം ഭൂമിയിലേക്ക് തട്ടുന്ന സമയത്ത് ഭൂമിക്ക് നേരെ ആ ഒരു നേർരേഖയിൽ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ ആ ഒരു ഭാഗത്തിൽ എന്തായിരിക്കും? ഭൂമിയുടെ നിഴലുണ്ടായിരുന്ന ആ ഭാഗത്തായിരിക്കും ചന്ദ്രൻ വരുന്നുണ്ടാവുക. ആ ഒരു പ്രതിഭാസമാണ് നമ്മളിനി പഠിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് താഴെ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ പിന്നെ ഭൂമിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ ആ ഒരു നീളുള്ള പ്രദേശത്തെയാണ് നമ്മൾ സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഭൂമിക്ക് ചുറ്റുമുള്ള റൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ചന്ദ്രൻ. ആ ഒരു പരിക്രമണം ചെയ്യുന്ന ആ ഒരു പാതയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ആ DCB എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് ചന്ദ്രൻ്റെ സ്ഥാനമാണ് കേട്ടോ. ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ സ്ഥാനങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവയിൽ ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? എവിടെ എത്തുമ്പോഴാണ്? നിഴലിലേക്ക് പ്രവേശിക്കുന്ന പോയിന്റ് ഏതാണ്?
ബി ആണ് അല്ലേ. ഇങ്ങനെയാണ് കറങ്ങി വരുന്നത്. അപ്പം ബിയിലെത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നേരിലേക്ക് പ്രവേശിക്കുന്ന ഒരു പോയിന്റ്. ഏത് സ്ഥാനത്തെത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നേരിൽ വരുന്നത്? സിയിലാണ് അല്ലേ. സിയിലെത്തുന്ന സമയത്ത് എന്താണ്? ചന്ദ്രൻ കംപ്ലീറ്റ് ഭൂമിയുടെ നിഴലിലാണ് വരുന്നത്. ഇനി ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? ഡി ആണ്. ഡി എത്തുമ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, മുകളിലെ ചിത്രത്തിൽ സൂര്യപ്രകാശം പതിയുന്ന ചന്ദ്രൻ്റെ ഭാഗമാണ് നമുക്ക് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഈ ദിവസം ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ സി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. എന്താണ്? അത് ഭൂമിയുടെ നേരിലായിരിക്കും ചന്ദ്രൻ ഉണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നേരിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയപ്പെടുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാനായിട്ട് പറ്റില്ല. അപ്പം എങ്ങനെയാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്കറിയാം. അപ്പം ചില സമയങ്ങളിൽ എന്താവും? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരും. സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ ഭൂമി വരുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഭൂമിയുടെ നേരിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥാനം ഉണ്ടായിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഒരു പൊസിഷൻ മാറിപ്പോരുത് കേട്ടോ. ഭൂമിയാണ് സെൻറ്ററിൽ വരുന്നത്, സൂര്യനും ചന്ദ്രനും. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ഈ ഒരു ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇനി ഭൂമിയും ചന്ദ്രൻ്റെ നേലുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ സൂര്യഗ്രഹണത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണല്ലോ ചന്ദ്രൻ. ചന്ദ്രൻ്റെ നേലിന് ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുമോ? ആ ഒരു ഇമേജ് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് സൂര്യനുണ്ട്, പിന്നെ ചന്ദ്രനുണ്ട്, പിന്നെ ഭൂമിയുണ്ട്. പക്ഷേ ചന്ദ്രൻ്റെ നേൽ വരുന്നത് എത്രയാണ്? ഭൂമിയുടെ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ ഉള്ളൂ ചന്ദ്രൻ്റെ നേൽ പതിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും നടക്കുക? ചന്ദ്രൻ്റെ നേൽ ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കുന്നില്ല. ഭൂമിയിൽ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല? സൂര്യനെ കാണാൻ പറ്റില്ല. കാരണം ചന്ദ്രൻ്റെ മറവ് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രം കേട്ടോ. ഭൂമിയിൽ ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്ന ആ ഒരു ഏരിയയിലുള്ളവർക്ക് എന്ത് ചെയ്യില്ല? അവിടെ നിന്ന് നോക്കുമ്പം സൂര്യനെ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ചന്ദ്രഗ്രഹണത്തിലും സൂര്യഗ്രഹണത്തിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. സൂര്യഗ്രഹണത്തിൽ എന്താണ്? ആരാണ് സെൻറ്ററിൽ വരുന്നത്? ചന്ദ്രനായിരിക്കും സെൻറ്ററിൽ വരുന്നുണ്ടായിരിക്കുക. ചന്ദ്രൻ എന്ത് ചെയ്യും? ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ആ സമയം ചന്ദ്രൻ്റെ നിഴൽ എന്ത് ചെയ്യും? ഭൂമിയുടെ ഒരു പ്രദേശത്ത് വീഴുന്നുണ്ടായിരിക്കും. അപ്പം ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്ത് ഉള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു പ്രതിഭാസം അനുഭവപ്പെടില്ല. കാരണം അവിടെയൊന്നും നിഴൽ പതിക്കുന്നില്ല. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സൂര്യനെ കാണാൻ പറ്റും. ഈ ഒരു ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന ആ ഒരു പോയിന്റിലുള്ളവർക്ക് എന്ത് ചെയ്യില്ല? സൂര്യനെ കാണാൻ പറ്റില്ല. അതിനാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണത്തിലാണെങ്കിൽ ഭൂമിയാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നത്. സൂര്യഗ്രഹണത്തിൽ ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രനാണ് നേർരേഖയിൽ വരുന്നത്. വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൂർണ്ണ സൂര്യഗ്രഹണം. സൂര്യനെ തീരെ കാണാൻ പറ്റില്ല, അതാണ് പൂർണ്ണ സൂര്യഗ്രഹണം. പിന്നെ വലയ സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ ആ ഒരു റൗണ്ടിൽ മാത്രം കാണാൻ പറ്റും. ഭാഗിക സൂര്യഗ്രഹണം പകുതിയായിട്ട് കാണാൻ പറ്റും. സൂര്യഗ്രഹണം നിരീക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ചന്ദ്രഗ്രഹണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് നിരീക്ഷിക്കാം. എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ്. അതിനാൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചു മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം. അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ, സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത്. എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. സോളാർ ഫിൽറ്റർ കണ്ണട, പിൻഹോൾ പ്രൊജക്ടർ, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ, ടെലിസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി, അങ്ങനെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. ഇനി ഗ്രഹണം മുൻകൂട്ടി അറിയാം. ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ്. ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ, ഏത് സമയത്താണെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് നിലാവിൻ്റെ പൊരുൾ.
രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ടില്ലേ? അപ്പം നമുക്കറിയാം സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കുന്ന ഒന്നല്ല ചന്ദ്രൻ എന്നുള്ളത് അല്ലേ? അപ്പം പിന്നെ എങ്ങനെയാണ് ചന്ദ്രൻ ഇത്രയൊരു നിലാവെളിച്ചം എങ്ങനെയാണ് ചന്ദ്രന് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. താഴെയുള്ള ആ ഒരു ഇമേജിൽ കാണാം സൂര്യൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ഭൂമിയുണ്ട്, ചന്ദ്രനുമുണ്ട്. രണ്ടും എന്താണ്? അതാര്യ വസ്തുക്കളാണ്. ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം ഭൂമിയിലും തട്ടുന്നുണ്ട്, ചന്ദ്രനിലും തട്ടുന്നുണ്ട്. ഇവ കടത്തി വിടുന്നില്ല, അതാര്യ വസ്തു ആയതിനാൽ സൂര്യപ്രകാശത്തെ കടത്തി വിടുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപതിപ്പിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രനിൽ നിന്നും സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് പ്രതിപതിച്ചിട്ട് എവിടെ എത്തുന്നുണ്ട്? ഭൂമിയിലും എത്തുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ആ ഒരു നിലാവെളിച്ചം അനുഭവപ്പെടുന്നത്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപതിച്ചു വരുന്നതാണ് എന്ത്? നിലാവെളിച്ചം. ചന്ദ്രൻ്റെ ഉപരിതലം പരുപരുത്തതാണ്. അങ്ങനെയെങ്കിൽ നിലാവെളിച്ചം ഉണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ വിസരിത പ്രതിപതനം മൂലമാണോ? എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പരുപരുത്ത പ്രതലമാണെങ്കിൽ എന്തായിരിക്കും? വിസരിത പ്രതിപതനമായിരിക്കും. മിനുസമുള്ള പ്രതലം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ക്രമപ്രതിപതനം ഉണ്ടാക്കുന്നത്. അപ്പം നിലാവ് അഥവാ മൂൺലൈറ്റ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അപ്പം ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് പ്രതിപതിച്ച് ഭൂമിയിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു നിലാവെളിച്ചം കിട്ടുന്നത്. ഇനൊരു എക്സ്പെരിമെൻ്റ് ആണ്. അത് നമുക്ക് ഈ അമാവാസി പൗർണമിയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വെളിച്ചം ഒരു സൈഡിൽ നിന്ന്, സൂര്യൻ്റെ വെളിച്ചം ഒരു സൈഡിൽ നിന്ന് കിട്ടുമ്പം ചന്ദ്രൻ്റെ പല പല ഭാഗങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് വിസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. എക്സ്പെരിമെൻറ്റ് സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഈ ഒരു ഡയഗ്രം വെച്ചിട്ട് പറയാം. ഇവിടെ സണ്ണുണ്ട്, പിന്നെ നമ്മുടെ ഭൂമിയും, അതേപോലെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ചന്ദ്രൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസുമാണ് കാണിച്ചത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഡി എന്ന പോയിന്റ് നോക്കും. ആ ഒരു പോയിന്റിൽ എന്താണ്? നമ്മുടെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരികയാണ് അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്താണ്? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ അവിടുന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സൂര്യപ്രകാശം പതിക്കുന്ന ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ടില്ലേ? ആ ഒരു ഭാഗമായിരിക്കും നമുക്ക് കാണുന്നുണ്ടായിരിക്കാം. അപ്പം ഈ എന്നൊരു പോയിന്റിലാകുമ്പോൾ എന്താണ്? ചന്ദ്രൻ്റെ പകുതി ഭാഗത്താണ് സൂര്യപ്രകാശം പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും ചന്ദ്രനെ വിസിബിൾ ആവുക. പിന്നെ എഫ് എന്ന ഭാഗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും നമുക്ക് വിസിബിൾ ആയിരിക്കുന്നുണ്ട്. അപ്പം ആ 3 പോർഷനിൽ നമ്മൾ ഏതൊക്കെയാണ് പ്രതിഭാസം എന്നുള്ളതാണ് പറയുന്നത്. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ചന്ദ്രൻ്റെ മേൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. അപ്പോൾ എന്തായിരിക്കും? ഫുള്ള് നമുക്ക് തീരെ കാണാൻ പറ്റുന്നില്ല. ഈ എന്ന സ്ഥാനത്ത്, അതായത് മുകളിലെത്തുന്ന സമയത്ത് എന്താണ്? പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽഭാഗവും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. അപ്പം അമാവാസിയും പൗർണമിയും എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും എത്തിച്ചേരുന്നത്. ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്ത വാവ് എന്നറിയപ്പെടുന്നത്. ഈ ദിവസം എന്തായിരിക്കും? നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. ഇപ്പം നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ ഡി എന്ന പോയിന്റ് എന്താണ്? അമാവാസിയാണ്. ചന്ദ്രനെ നമുക്ക് തീരെ കാണാനായിട്ട് പറ്റുന്നില്ല. ഈ എന്ന പോയിന്റാണ് അർദ്ധചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പകുതി പോർഷൻ കാണാം. എഫ് എന്ന പോയിന്റിലാണ് പൗർണമി. പൂർണ്ണമായിട്ടും ചന്ദ്രനെ ഭൂമിയിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ 3 സിറ്റുവേഷൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃദ്ധിയും ക്ഷയവും എന്താണെന്നുള്ളതാണ്. നോക്കാം. അതിന് നമുക്ക് 2 ഇമേജസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇമേജിൽ എന്താണെന്ന് വെച്ചാൽ അമാവാസി മുതൽ പൗർണമി വരെയുള്ള ആ ഒരു ചന്ദ്രൻ്റെ മാറ്റങ്ങളാണ് പറയുന്നത്. അമാവാസി എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? തീരെ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ പൗർണമി എത്തുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. ഇനി പിന്നെ പൗർണമിയിൽ നിന്ന് തിരിച്ച് അമാവാസിയിലേക്ക് വരുമ്പോഴോ പൗർണമിക്ക് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് കാണാൻ പറ്റും ചന്ദ്രനെ. പിന്നെ കുറച്ച് കുറഞ്ഞു വരും, പിന്നെയും കുറഞ്ഞ് പകുതിയാവും, പിന്നെയും കുറഞ്ഞ്, പിന്നെ തീരെ കാണാണ്ടായിട്ട് വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു അല്ലേ? കറുത്തവാവ് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്? നമുക്ക് തീരെ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? അടുത്ത ദിവസങ്ങളാവുന്ന സമയത്ത് കുറച്ചായിട്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. അങ്ങനെ വെളുത്തവാവ് എത്തുമ്പം മുഴുവനായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ എന്താണ്? ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടി വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
വൃദ്ധി അഥവാ വെളുത്തപക്ഷം എന്ന് പറയുന്നത്. അതായത് ഒരു കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ആ ഒരു സമയത്തിനെയാണ്, ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൃദ്ധി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വരുന്നതിനെ നമ്മൾ വൃദ്ധി എന്ന് പറയും. ഇനി ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരായിരിക്കും. വെളുത്തവാവിൻ്റെ ടൈമിൽ എന്തായിരിക്കും, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കുറച്ചായിട്ട് കുറഞ്ഞു വരും. അങ്ങനെ കറുത്തവാവ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് തീരെ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ കുറഞ്ഞു വരുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ എന്ത് പറയും, ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ക്ഷയം ഉണ്ടാകുന്നത് എപ്പോഴാണ്, വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെയുള്ള ആ ഒരു പീരീഡിലാണ്. അതായത് കുറഞ്ഞു വരുന്നതിന് നമ്മൾ ക്ഷയിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ക്ഷയം എന്ന് പറയുന്നത്. കൂടി വരുന്നതിന്, അതായത് കറുത്തവാവുന്ന തുടങ്ങി വെളുത്തവാവ് വരെയുള്ള ആ ഒരു സമയത്താകുമ്പം ചന്ദ്രൻ്റെ ഭാഗം കൂടുതലായിട്ട് കണ്ടാണല്ലോ വരുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് വെളുത്തവാവിനും ഫുള്ളും കാണാൻ പറ്റുന്നത്. ആ ഒരു പീരീഡിനെ നമ്മൾ വൃദ്ധി എന്ന് പറയും, കൂടി വരുന്നതുകൊണ്ട്. പിന്നെ വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെയാണെങ്കിൽ ആ ഒരു പ്രകാശിത ഭാഗം കുറഞ്ഞു വന്ന് ലാസ്റ്റ് തീരെ കാണാണ്ടാവുകയാണ്. അതിനെ നമ്മൾ ക്ഷയം എന്നും പറയും. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് എന്ത്, വൃദ്ധിക്ഷയം എന്നും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. അതൊന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. ചന്ദ്രൻ്റെ എവിടെയാണ്, ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 എന്നുള്ളത് പഠിച്ചു വയ്ക്കണം. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. അത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഡേറ്റുകളും നമ്മൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു ചന്ദ്രയാൻ 3. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2023 ഓഗസ്റ്റ് 23 അവിടെ ലാൻഡ് ചെയ്യുന്നത്. എവിടെയാണ്, ദക്ഷിണ ധ്രുവത്തിനരികിലാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടെയാണ് ഇന്ത്യ. അതും പഠിച്ചു വയ്ക്കണം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേക്ഷണ വാഹനമായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും, വെബ്സൈറ്റിൽ നിന്നും എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നൊരു പോയിൻറ്റ്, ഈ ഒരു നമ്മളിപ്പം പറഞ്ഞല്ലോ അമാവാസിയും അതേപോലെ പൗർണമിയൊക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു 2023 മെയ്യിൽ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അടയാളപ്പെടുത്താമെന്ന് എനിക്കറിയില്ല. ഒരു റൗണ്ടിൽ ഇതോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ കറുപ്പ് കളർ കൊടുത്തതാണ് ഏത്, അമാവാസി എന്ന് പറയുന്നത്. ഇനി ഫുൾ കൊടുക്കാണ്ട് ജസ്റ്റ് ബോർഡർ മാത്രം ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ടുള്ളതാണ് എന്ത്, പൗർണമി എന്നും മനസ്സിലാക്കുക. അപ്പം മെയ്ത്തെ ആ ഒരു കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ 5-ാം തീയതി എന്താണ്, പൗർണമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ജൂണിൻ്റെ കലണ്ടർ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ എപ്പോഴാണ് പിന്നെയും പൗർണമി വരുന്നത്, 4-ാം തീയതിയാണല്ലേ. പിന്നെ അമാവാസിയാണെങ്കിലും മെയ്യിൽ 19-ാം തീയതിയാണ്, ജൂണിൽ അതെന്താണ് 18-ാം തീയതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര ദിവസം എന്നുള്ളതാണ്. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലേക്ക് എത്താനായിട്ട് എത്ര ദിവസം എടുക്കുന്നുണ്ട്, 30 ദിവസമാണ് ഇവിടെ എടുക്കുന്നത്. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 ദിവസമാണ് വേണ്ടത്. അതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 1/4 ദിവസം വേണം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പഠിച്ചിരിക്കണം. 365 ദിവസം വേണം ആർക്ക്, ഭൂമിക്ക് സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 29 1/2 ദിവസങ്ങൾ വേണ്ടിവരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ, ഇനി കുറച്ച് ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒരു സിമ്പിൾ ചാപ്റ്ററാണല്ലേ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചന്ദ്രഗ്രഹണം എന്താണെന്നും സൂര്യഗ്രഹണം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ കവർ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് തന്നെ പഠിച്ചു പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.